സംസ്ഥാനത്ത് റേഷൻ വിതരണം താറുമാറാക്കിയതിന്റെ ഉത്തരവാദികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. റേഷൻ കടകൾ കാലിയാണ്. ഭരണ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി റേഷൻ കടകൾ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നടത്തിയ കണ്ണൂർ ജില്ലാ സപ്ലൈ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിത്യോപയോഗ സാധനങ്ങളെല്ലാം ലഭ്യമായിരുന്ന റേഷൻ കടകളെ സർക്കാർ കാഴ്ചവസ്തുവാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു. അരി മാത്രമാണ് ഇപ്പോൾ പേരിനെങ്കിലും റേഷൻ കടകളിലൂടെ ലഭിക്കുന്നത്. ഗോതമ്പും മണ്ണെണ്ണയും പഞ്ചസാരയുമൊക്കെ റേഷൻ കട വഴി ലഭിച്ച കാലം ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് സ്വപ്നം മാത്രമാണ്. പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിൽ വലിയ പങ്കുവഹിച്ച പൊതുവിതരണ സമ്പ്രദായത്തിന്റെ അടിത്തറ തകർക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തതെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. പൊതുവിതരണ രംഗത്ത് വില വർധനവ് പിടിച്ചു നിർത്തുവാൻ വേണ്ടുന്ന അത്തരം സ്ഥാപനങ്ങളെ ഒക്കെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പോകുന്ന ഒരു സമീപനം കേരളത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നിരന്തരമായി ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തുവാൻ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ നിർബന്ധിതരാക്കിയിരിക്കുന്നത്. റേഷൻ വിതരണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന കെടുകാര്യസ്ഥതയ്ക്കെതിരെ കോൺഗ്രസ് കണ്ണൂർ, അഴീക്കോട്, ധർമ്മടം നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ സപ്ലൈ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ്. കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് കായക്കൽ രാഹുൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, വി പുരുഷോത്തമൻ, കെ പ്രമോദ്, രാജീവൻ എളിയാവൂർ, സുരേഷ് ബാബു എളിയാവൂർ, റിജിൽ മാക്കുറ്റി, അമൃത രാമകൃഷ്ണൻ, വി അബ്ദുൾ റഷീദ്, ടി ജയകൃഷ്ണൻ, റഷീദ് കൗവായ്, ശ്രീജ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.